4.5 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ. അറിയാമോ? എത്ര പേർക്കറിയാം? നിങ്ങൾ ആരൊക്കെ എന്റെ വീതം പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ സ്വയം ചിന്തിച്ചു. ഞാൻ അത് തൊട്ടില്ല കേട്ടോ. ആ രൂപ ഞാൻ തൊട്ടില്ലെന്ന് മാത്രമല്ല, അത് മുഴുവൻ നമ്മുടെ സരി കുരിക്കാണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പറ്റില്ല. സാമ്പത്തിക കാര്യത്തിൽ ഇടപാടില്ല. അത് ഉറപ്പാണ്. സാമ്പത്തിക കാര്യങ്ങൾ അവിടെ ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാവരും വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ശരി ആ കണക്ക് തരാമോ? ഒരു കണക്ക് തരാമെന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കണക്ക് ഇങ്ങോട്ട് തന്നു. 4,45,00,000 രൂപ ചെലവായതായിട്ട് കണക്കുണ്ട്. ഞാൻ ആരെയും കാണിക്കാൻ പറയില്ല. കാരണം അത് കാണിച്ച് നമ്മുടെ പാർട്ടി പ്രവർത്തനം മുഴുവൻ നടക്കണം. അത് പലരും ഞാൻ വിളിച്ചു ചോദിച്ചു, അവർ അറിഞ്ഞില്ല. പക്ഷെ ഞാൻ മിണ്ടാതിരിക്കുന്നുള്ളതാണ് മാർഗം. ഞാൻ മിണ്ടുന്നില്ല, ഇപ്പോഴും മിണ്ടാൻ തയ്യാറില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ തോന്നാം, നിങ്ങൾ ആരെങ്കിലും എടുത്തോ പാർട്ടിക്ക് വേണ്ടി വല്ലതും ചെയ്തോ? വിജയക്കാരെ കിടപ്പുണ്ടോ? വർദ്ധിക്കാൻ ഒന്ന് ആലോചിച്ച്. ഒരു ബൂത്തിൽ 31,000 രൂപ വെച്ച് കൊടുക്കാൻ ശക്തമായ നിർദ്ദേശങ്ങൾ കൊടുക്കുക. എത്ര ബൂത്തിൽ കൊടുക്കും? നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയുന്നത്. ഇങ്ങനെയുള്ള പാർട്ടി പ്രവർത്തനം എല്ലാ ബൂത്തിലും 31,000 രൂപ വെച്ച് കൊടുക്കണമെന്നുള്ള തെറ്റായ തീരുമാനമെടുത്ത് പണം കൊടുക്കുക. ആ പണം ഇവിടെ പോയി. 2 ലക്ഷത്തിൽ താഴെ മാത്രം വോട്ടർമാരുള്ള പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച PC ജോർജ് BJPയുടെ ഈരാറ്റുപേട്ടയിൽ വെച്ച് നടന്ന ഒരു മീറ്റിംഗിൽ പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. 4,45,00,000 രൂപയാണ് BJP പൂഞ്ഞാറിൽ ചെലവിട്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, ആകെ പോൾ ചെയ്ത വോട്ടർമാരെന്ന് പറയുന്നത്, വോട്ടെന്ന് പറയുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ പൂഞ്ഞാറിൽ വോട്ട് ചെയ്ത വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 1,44,794. അതായത് 78%. 78% വോട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. 1,44,000 വോട്ട്, 1,45,000 എന്ന് തന്നെ കൂട്ടുക. 1,45,000 വോട്ട് പോൾ ചെയ്ത ഒരു മണ്ഡലം, അതായത് ക്രമേണ വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞ ഒരു അസംബ്ലി മണ്ഡലത്തിൽ 4,45,00,000 രൂപയിലധികമാണ് BJP തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചെലവഴിച്ചിരിക്കുന്നത്. ആലോചിക്കേണ്ട ഒരു കാര്യം, ഇത് ചെലവഴിച്ചോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയം. BJP നൽകിയിരിക്കുന്നത് 4 കോടിയിലധികം രൂപ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പൂഞ്ഞാർ മണ്ഡലത്തിന് നൽകിയിട്ടുണ്ട്. അതായത് PC ജോർജിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ BJPയുടെ A ക്ലാസ് മണ്ഡലമായിരുന്നു പൂഞ്ഞാർ എന്നാണ് PC ജോർജ് അവകാശപ്പെടുന്നത്. ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ അത്തരം മണ്ഡലങ്ങളിലേക്ക് ഈ പറയുന്ന 5 കോടി രൂപയോളം BJP തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി നൽകുന്നു. ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാൻ പറ്റുന്ന തുക എന്ന് പറയുന്നത് വെറും 40 ലക്ഷം. അതിൻ്റെ 10 ഇരട്ടിയിലധികം തുകയാണ് പൂഞ്ഞാറിൽ ചെലവഴിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി നൽകിയിരിക്കുന്നത്. ആ പൂഞ്ഞാറിൽ ഈ പറയുന്ന ഇത്രയും പണം ചെലവഴിച്ചു എന്ന് PC ജോർജിന് തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന ഒരു വ്യക്തി കണക്ക് നൽകി. ആ കണക്ക് കണ്ടിട്ടാണ് PC ജോർജ് പറയുന്നതെന്നാണ് പറയുന്നത്. താൻ കണക്ക് ചോദിച്ചു, 3 ദിവസങ്ങൾക്ക് ശേഷം തനിക്ക് കണക്ക് കിട്ടി, 4,45,00,000 രൂപ ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. ഓരോ ബൂത്തുകൾക്കും 31,000 രൂപ വെച്ച് നൽകാനും എന്താക്കിയിട്ടുണ്ട് ഈ പറയുന്ന അവരുടെ BJPയുടെ കമ്മിറ്റി തീരുമാനിച്ചിട്ടുമുണ്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ പറയുന്ന പൂഞ്ഞാറിൽ ഇത്രയധികം പൈസ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ പല കാര്യങ്ങളുണ്ട്. ഇതൊരു വലിയ ക്രമക്കേടാണ്. ആ ക്രമക്കേടിനൊക്കെ പുറമെ നിയമപരമായ ഒരു വലിയ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതാണ് ഈ പറയുന്ന 40 ലക്ഷം മാത്രം ചെലവഴിക്കാൻ പറ്റുന്നിടത്ത് നിന്ന് അതിൻ്റെ 10 ഇരട്ടിയോളം പണം ചെലവഴിച്ചിരിക്കുന്നു. ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്, ഈ പറയുന്ന നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും മഞ്ചേശ്വരത്തും എന്ന് വേണ്ട പാലക്കാട് അടക്കമുള്ള ഇവർ A+ മണ്ഡലങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ എത്ര കോടികൾ ചെലവഴിച്ചിട്ടുണ്ടാകും? ആലോചിക്കണം, എത്ര കോടികൾ ഇവർ ചെലവഴിച്ചിട്ടുണ്ടാകും. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. ഇതിപ്പോൾ
ഇവിടെ ഒരു പ്രത്യേക കാര്യം, ഇതൊരു മൈക്ക് കെട്ടി ഒരു പൊതുവേദി എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച് സംസാരിച്ചതൊന്നല്ല. വളരെ കൃത്യമായി അടച്ചിട്ട ഒരു ഹോളിൽ നടന്ന സംസാരം. അത് ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ആള് തന്നെ അത് വീഡിയോ ചിത്രീകരിച്ച് അത് പുറത്തേക്ക് വിടുകയും ചെയ്തു. അപ്പോൾ പി സി ജോർജിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇവിടെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത്രയും അധികം പണം, പൂഞ്ഞാറ് പോലെ ഒരു മണ്ഡലം, അതും ഭരണം കിട്ടില്ല എന്ന് 100% ഉറപ്പുള്ള കേരളം പോലത്തെ ഒരു സംസ്ഥാനം അല്ല. BJP സംബന്ധിച്ചിടത്തോളം 2026 തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടൂല എന്നുള്ളത് 100% അല്ലെങ്കിൽ 1000% ഉറപ്പുള്ള കാര്യമാണ്. ഭരണം കിട്ടൂല. അപ്പോൾ ഭരണം കിട്ടൂല എന്നുള്ളിടത്ത് പോലും ഇത്രയധികം ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ പണം കള്ളപ്പണമല്ലാതെ മറ്റെന്താണ്? ഈ പണം ഹവാല മണിയല്ലാതെ മറ്റെന്താണ്? അപ്പൊ ഈ പണം എവിടുന്നാണ്? BJPക്ക് ഇത്രമാത്രം പണം എവിടുന്ന് ലഭിക്കുന്നു? അത് ചിന്തിക്കേണ്ട കാര്യമാണല്ലോ. BJPക്ക് എവിടുന്നാണ് ഇത്രമാത്രം പണം ലഭിക്കുന്നത്? ഇപ്പോൾ നരേന്ദ്രമോദി നോട്ട് നിരോധിച്ചപ്പോൾ കേരളത്തോടും രാജ്യത്തോടും വിളിച്ചു പറഞ്ഞത് എന്താണ്? രാജ്യത്തെ കള്ളപ്പണം നിർത്തലാക്കുക, ബ്ലാക്ക് മണി നിർത്തലാക്കുക, കള്ളനോട്ട് നിർത്തലാക്കുക. ഇതൊക്കെയായിരുന്നല്ലോ ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ അവകാശവാദം. അപ്പോൾ ഇപ്പം ഇത് നിയമപരമാണെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥികളുടെ ഓരോ സ്ഥാനാർത്ഥികളെയും അയോഗ്യരാക്കേണ്ടി വരും. കാരണം 40 ലക്ഷം മാത്രമാണ് ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാൻ പറ്റുന്ന തുക. അവിടെ BJP ഇവർ തന്നെ പറയുന്നു 4,45,00,000 രൂപ ചെലവഴിച്ചു എന്ന് PC ജോർജ് പറയുമ്പോൾ, ഇവരുടെ ഒരു നേതാവ് പറയുമ്പോൾ, PC ജോർജ് അത് മാത്രമല്ല പറയുന്നത് കേട്ടോ, ഒരു കുറച്ചധികമുള്ള ഒരു ക്ലിപ്പാണ്. ഈ ക്ലിപ്പിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ പറയുന്ന PC ജോർജ് പറയുന്നത് ഞാൻ പ്രാഗിക്കൊല്ലുമെന്നാണ്. കാരണം PC ജോർജിന് ഈ ഫണ്ട് കിട്ടിയിട്ടില്ല, കൈയിട്ട് വാരാൻ ലഭിച്ചില്ല എന്നുള്ളതാണ് PC ജോർജിൻ്റെ പ്രശ്നമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. PC ജോർജിൻ്റെ സംസാരത്തിൽ അതവിടെ നിൽക്കട്ടെ. PC ജോർജിൻ്റെ പ്രശ്നത്തിലേക്ക് നമുക്ക് വേറെ വരാം. ഇത് BJP എന്ന് പറയുന്ന പാർട്ടി രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറി, ആ അട്ടിമറിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്, അല്ലേ? ഒരു ഏറ്റവും വലിയ അട്ടിമറിയാണല്ലോ. അതിനു വേണ്ടിയാണല്ലോ ഇത്രയധികം പണം ചെലവഴിച്ചിരിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിക്ക് 40 ലക്ഷം മാത്രം ചെലവഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളിടത്ത് ഇത്രയും കോടി, അതിൻ്റെ 10 ഇരട്ടി പണം ചെലവഴിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന വോട്ടർമാർക്ക് പണം കൊടുത്ത് സ്വാധീനിക്കുവാനുള്ള ശ്രമങ്ങൾ, പലരെയും പലതും കാണിച്ച് വിലക്ക് വാങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? അപ്പോൾ ഫണ്ട് തട്ടി എന്നുള്ളത് ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിരിക്കും. പക്ഷേ ഇവിടെ ഒരു വലിയ കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലേ? ഉറപ്പായിട്ടും ഇത് കള്ളപ്പണമാണല്ലോ. അല്ലാതെ ഇത് ഈ പറയുന്ന എസ്റ്റാബ്ലിഷ്ഡ് ട്രാൻസാക്ഷനിലൂടെ വന്ന പണമല്ല. ഇപ്പം കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂരിൽ നിന്ന് ചാക്ക് കെട്ടുകളിൽ പണം വന്നുവെന്ന് ഇവരുടെ ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലുണ്ടാകുന്നത്. അപ്പോൾ ഇത് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലേക്കും, BJP മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലേക്കും ഇത് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല, അല്ലേ? അപ്പം ഇത് വലിയ ഒരു ഹവാല മണിയുടെ ഡീലിങ് രാജ്യത്ത് നോട്ട് നിരോധിച്ച്, കള്ളപ്പണം തടയാൻ വേണ്ടി നോട്ട് നിരോധിച്ച ആളുകൾ തന്നെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു വലിയ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ തന്നെ നടത്തുന്നു. എന്തിനു വേണ്ടിയിട്ട്? അധികാരം കാൽക്കീഴിൽ നിർത്താൻ വേണ്ടിയിട്ട്, അധികാരത്തിന് വേണ്ടിയിട്ട് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ തന്നെ രാജ്യത്ത് കള്ളപ്പണം ഇടപാടിൻ്റെ അപ്പോലസ്തരന്മാരായി വിഹരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ പറയുന്ന, നിങ്ങളായിരിക്കണം, പൂഞ്ഞാറിൽ PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പാ. എന്താണ്? മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പേ PC ജോർജിന് ഉറപ്പാ. PC ജോർജ് പുറത്ത് പറഞ്ഞോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷെ എന്തൊക്കെ ഇപ്പം നമ്മളാണെങ്കിലും ആരാണെങ്കിലും ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ആയിരിക്കും എന്നുള്ളതൊന്നും ഉണ്ടാവുമല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സ്ഥാനാർത്ഥി PC ജോർജ് ആണെന്ന് പറയുമ്പോൾ തന്നെ PC ജോർജിന് അറിയാം പൂഞ്ഞാറിൽ വിജയിക്കാൻ പോകുന്നില്ല എന്ന്.
അപ്പോ ഒരു പ്രതീക്ഷയുമില്ലാത്ത ഒരു ഹോപ്പുമില്ലാത്ത ഒരു മണ്ഡലത്തിൽ ഇത്രയധികം പണം ചിലവഴിച്ചു എന്ന് PC ജോർജ് തന്നെ പറയുന്നു. ഇത് ഇല്ല എന്നൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. വളരെ കൃത്യമായിട്ട് കോടാനുകോടി രൂപയുടെ കള്ളപ്പണം ഇടപാട്, ഹവാല മണി, കുഴൽ പണം ഇടപാട് ഈ തെരഞ്ഞെടുപ്പിൽ BJP നടത്തിയിട്ടുണ്ട്, സംഘ് പരിവാർ നടത്തിയിട്ടുണ്ട്. ആലോചിക്കണം, ഇത് ചെയ്യുന്നവരാണ് രാജ്യത്ത് കള്ളപ്പണം നിരോധിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കള്ളപ്പണത്തിൻ്റെ സോഴ്സ്, കള്ളപ്പണം കണ്ടെത്താൻ വേണ്ടി, അത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയൊക്കെ ഈ പറയുന്ന നോട്ട് നിരോധനം നടത്തിയ ആളുകൾ ഇവരാണ് എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ അതേ ആളുകൾ തന്നെ ഹവാല മണി ഇടപാട് നടത്തുന്നു. അപ്പോൾ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, BJPക്ക് ഇത്രയധികം പണം എവിടുന്ന? ഇനി ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ 2026 കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന അതേ കാലയളവിൽ തന്നെയാണ് കേരളത്തിൽ നടന്നത്, തമിഴ്നാട്ടിൽ നടന്നത്, അസമിൽ നടന്നത്, ബംഗാളിൽ നടന്നത്, അല്ലേ? ഇത്രയും ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നത് ഇതേ സമയത്താണ്. ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് 4 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു, 4ഇടത്തും BJP മത്സരിച്ചു. ഈ പറയുന്ന കേരളത്തിൽ പോലും ഇത്രയധികം പണം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവിടങ്ങളിലൊക്കെ കോടാനുകോടി, ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ചിട്ടും BJPയുടെ അക്കൗണ്ടിലെ പണത്തിന് ഒരു കുറവും വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ സോഴ്സ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? അന്വേഷിക്കണം. അന്വേഷിച്ച് കണ്ടെത്തണമെന്നൊന്നും ഞാൻ പറയില്ല, കാരണം അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന നമ്മളൊരു പൊട്ടന്മാരായിരിക്കും. അന്വേഷിക്കണം എന്ന് പറഞ്ഞാലും അതും നടക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ജനം ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾ കയ്യിൽ മഷി പുരട്ടി പോയിട്ട് വോട്ട് ചെയ്ത് നിങ്ങളുടെ സമ്മതിദാനാവകാശം ഉപയോഗിച്ചിട്ട് അത് വാല്യുബിൾ ആകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഈ രാജ്യത്ത് ഇത്രയും വലിയ ഒരു ക്രമക്കേട് എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമാണ്, കള്ളപ്പണം ഇടപാടാണ്. അത് നടന്നിരിക്കുന്നു എന്നത് ഒരു പരമാർത്ഥമാണ്, അല്ലേ? ആ പരമാർത്ഥം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഇവരുടെ ഓഫീസ് സെക്രട്ടറിമാർ കാലാകാലങ്ങളിൽ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു? ഇവര് ഈ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഈ പറയുന്ന BJPയുടെ ആഫീസുകളിലേക്ക് ചാക്കുകെട്ടുകളിൽ പണം വരുന്നു എന്നുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. അത് കേരളത്തിൽ പല ഘട്ടങ്ങളിൽ പല കാലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുമുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉള്ളിടത്ത് ഇത്രയധികം പണം ഉപയോഗിച്ച്, ഇത്രയധികം കള്ളപ്പണം ഒരു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചിട്ട് ഇതിനൊന്നും യാതൊരുവിധ നിയമ നടപടികളും ഇല്ല എന്ന് പറഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് കാലത്ത് വെയിൽ കൊണ്ട് ക്യൂ നിന്ന്, മഴ കൊണ്ട് ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്ന ഈ ജനങ്ങൾ ആരാണെന്നാണ് ഇവരൊക്കെ കരുതുന്നത്? ആരാണെന്നാ കരുതുന്നത്? അല്ലേ? നിങ്ങളൊന്ന് ആലോചിക്കേ. ഇപ്പം ഇത്രയൊക്കെ പണം, ഇപ്പോൾ ഒരു 4 പോസ്റ്റർ ഒട്ടിക്കാൻ അല്ലെങ്കിൽ ബാനർ കെട്ടാൻ അതിനുള്ള പണം 40 ലക്ഷം രൂപ ഓൾറെഡി ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് അതിൻ്റെയൊക്കെ 10 ഇരട്ടിയോളം ചെലവഴിച്ചു എന്ന് ഒരു സ്ഥാനാർത്ഥി തന്നെ പറയുന്നു. ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചുമതലയുണ്ടായ വ്യക്തി അതിൻ്റെ 4,45,00,000 രൂപയുടെ കണക്ക് നൽകുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും ഇതിനെതിരെ ഒന്നും രാജ്യത്ത് ഒരു രീതിയിലുമുള്ള നിയമ നടപടി ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങൾക്കോ അനുസൃതമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അതെങ്ങനെ സാധിക്കും? എങ്ങനെയാണ് സാധിക്കുന്നത്? അപ്പോൾ കൃത്യമായിട്ട്, വളരെ കൃത്യമായിട്ട് ഹവാല മണിയുടെ ഇടപാടുകാർ, ഇപ്പോഴാണ് നമുക്ക് ഒരു കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട്, രാജ്യത്ത് എങ്ങനെയാണ് BJP അധികാരത്തിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു പ്രതീക്ഷയുമില്ലാത്ത കേരളത്തിൽ ഇത്രയധികം പണം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം ബീഹാർ, ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, ഒഡീഷ, മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾ പിടിക്കാൻ വേണ്ടിയിട്ട് BJP എത്രയധികം പണം ചെലവഴിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കൂ, അല്ലേ? അപ്പോൾ ഈ രാജ്യത്ത് നിയമമുണ്ട്, ഭരണഘടനയുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്, ഇലക്ഷൻ കമ്മീഷനുണ്ട് എന്നൊക്കെ പറയുന്നത്
വെറും പ്രഹസനം മാത്രമാണ്. ഒരു മണ്ണാങ്കട്ടയുമില്ല. അധികാരം നിലനിർത്താൻ വേണ്ടി കള്ളപ്പണമിടപാടുകൾ നടത്തി ഹവാല മണിയുടെ വക്താക്കളായി അധികാരത്തിന് വേണ്ടി എന്ത് ചെറ്റത്തരവും ചെയ്യാൻ ഇവറ്റകൾ തയ്യാറാണ് എന്നുള്ളതാണ് ഇത് നമ്മുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.